നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. മണലൂർ ഹൈലെവൽ കനാലിലെ വെള്ളം മുഴുവനും വന്നുചേരുന്ന ഏനമാവ് റെഗുലേറ്റർ ഫേസിലെ വഞ്ചിക്കടവിൽ നിറഞ്ഞുകിടക്കുന്ന കുളവാഴയും ചണ്ടിയും നീക്കം ചെയ്യാൻ ആധുനിക രീതിയിലുള്ള ഡ്രജർ എത്തി. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു യന്ത്രം ഉപയോഗിച്ച് കുളവാഴയും ചണ്ടികളും നീക്കം ചെയ്യുന്നത്. ബോട്ട് പോലെ ഇത് വെള്ളത്തിലൂടെ നീങ്ങും. കരയിലും പ്രവർത്തിപ്പിക്കാം. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിൽ അകപ്പെട്ട് ഗംഗാവലി പുഴയിൽ മുങ്ങിപ്പോയ കോഴിക്കോട് സ്വദേശി അർജുന്റെ ലോറിയെടുക്കാൻ ഈ യന്ത്രം തൃശൂരിൽ നിന്ന് എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും പുഴയിലെ ഒഴുക്ക് ശക്തമായതിനാൽ കൊണ്ടുപോയില്ല. തുടർന്നാണ് പുഴയ്ക്കൽ ശോഭ സിറ്റി ഭാഗത്തു നിന്ന് ഏനമാവ് റെഗുലേറ്ററിലേക്ക് വരുന്ന 100 അടി വീതിയുള്ള ഫേസ് കനാലിലെ കോട്ടച്ചാൽ ഭാഗത്തെ ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്യാൻ 3 ദിവസം മുമ്പ് ഡ്രജർ ഇറക്കിയത്. ഈ കനാലിലെ അടാട്ട്, അരിമ്പൂർ, ചാലാടി, പുത്തൻകോൾ പാടം, ത്രിവേണി സംഗമം എന്നിയിടങ്ങളിലെ തടസ്സങ്ങൾ നീക്കിയാണ് ഇന്നലെ വൈകിട്ട് വഞ്ചിക്കടവിൽ എത്തിയത്. 6 മീറ്റർ നീളമുള്ള 2 കാലുകളിൽ വെള്ളത്തിൽ ഉറപ്പിച്ചു നിർത്തി 180 ഡിഗ്രിയിൽ തിരിക്കാവുന്ന ഹിറ്റാച്ചി രീതിയിലുള്ള ബക്കറ്റിൽ കുളവാഴയും ചണ്ടിയും മറ്റു മാലിന്യങ്ങളും കോരിയെടുത്ത് കരയിലിടുകയോ തട്ടിയൊഴിക്കുകയോ ചെയ്യുന്നതാണ് ഈ രീതി. കനാലിലെ തടസ്സങ്ങളും മറ്റും പുഴയിലെ മണ്ണ് മാറ്റി ആഴം കൂട്ടും. ഇതിനു പുറമെ പുതിയ തോട് നിർമ്മിക്കും. തരിശായി കിടക്കുന്ന പാടത്ത് ചാലുകളും ബണ്ടുകളും നിർമ്മിക്കുകയും ചെയ്യും. RKY പദ്ധതിയിൽ നിന്നും VS സുനിൽകുമാർ മന്ത്രിയായിരുന്ന കാലത്താണ് ഡ്രജർ വാങ്ങാൻ തീരുമാനിച്ചത്. വാടാനപ്പള്ളി ബീച്ച് റോഡിലെ തെക്കേ ജുമാ മസ്ജിദിന് സമീപത്തെ റോഡിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ദുരിതമായി. വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഇസ്ര, മദ്രസ എന്നീ സ്ഥാപനങ്ങളിലെ 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ വഴി ദിവസവും കടന്നുപോകുന്നത്. ദിവസങ്ങളായി കെട്ടിക്കിടക്കുന്ന ഈ മലിനജലത്തിലൂടെയുള്ള യാത്ര അപകടകരവും ദുഷ്കരവുമാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. മഴക്കെടുതിയിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുമ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വിദ്യാർത്ഥികളെ വലയ്ക്കുന്നുണ്ട്. വർഷങ്ങളായി എല്ലാ മഴക്കാലത്തും ഇവിടെ ഇതേ അവസ്ഥയാണ് ഉള്ളത്. പലതവണ പരാതിപ്പെട്ടെങ്കിലും അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു. എടമുട്ടം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഭരണം നിലനിർത്തി. 11 ഭരണസമിതിയിലേക്ക് ജനറൽ വിഭാഗത്തിൽ കരീം പൊക്കാക്കില്ലത്ത്, KK രവി, ശരത് KH, ശോഭ സുബിൻ, KL റോഡക്സ് എന്നിവരും, വനിതാ വിഭാഗത്തിലേക്ക് അമ്പിളി പ്രവീൺ, ലിഷ ടീച്ചർ എന്നിവരും, 40 വയസ്സിന് താഴെയുള്ള വനിതാ വിഭാഗത്തിലും നിക്ഷേപ വിഭാഗത്തിലും ശ്രീകല, അരുൺ ശശി, KS ഷാജു എന്നിവർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ UR രാഗേഷും 40 വയസ്സിന് താഴെയുള്ള ജനറൽ വിഭാഗത്തിൽ അജ്മൽ ഷെരീഫ് എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് നടന്ന അനുമോദന ചടങ്ങിൽ ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ TU ഉദയൻ, വർക്കിംഗ് ചെയർമാൻ സുമേഷ് പാനാട്ടിൽ, കൺവീനർ KN അലി, ജോയിന്റ് കൺവീനർ ദിനേശൻ മാസ്റ്റർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് മാസ്റ്റർ, DCC ജനറൽ സെക്രട്ടറി VR വിജയൻ, VA ഫിറോസ്, ഫാത്തിമ സലീം, ഷിബ പ്രദീപ്, വൈശാഖ് വേണുഗോപാൽ, ഉണ്ണി മാസ്റ്റർ, IV രാജീവ് എന്നിവർ സംസാരിച്ചു. വർണ്ണവിന് ഇപ്പോൾ കുട്ടി ബൈക്ക് വേണ്ട. അതിനായി സ്വരൂപിച്ച തന്റെ കാശുകുടുക്കയിലെ സമ്പാദ്യം വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകി. വയനാട്ടിലെ കരളലിയിക്കുന്ന കാഴ്ചകൾ മാധ്യമങ്ങൾ കണ്ടാണ് തന്റെ സമ്പാദ്യം അവർക്ക് നൽകാൻ വർണ്ണവ് തീരുമാനിച്ചത്. ഈ ആഗ്രഹം തന്റെ അച്ഛമ്മ ലതയോട് പറഞ്ഞു. അവരാണ് പെരിങ്ങോട്ടുകരയിലെ നെഹ്റു സ്റ്റഡി സർക്കിൾ കൾച്ചറൽ ഫോറം ഭാരവാഹികളെ വിവരമറിയിച്ചത്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പാച്ചോ കാശെടുക്കാൻ പൈസ കൊടുത്താലോ എന്നാണ്. അപ്പോൾ കൊടുക്കാൻ മാമയെ നമുക്കൊന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറ്റി വസ്ത്രം ഇല്ലാത്തവർക്ക് വസ്ത്രം അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക. പിന്നെ രാവിലെ ടീച്ചറെ വിളിച്ച് പറഞ്ഞു ടീച്ചറെ സ്കൂളിലേക്ക് ഇന്ന് വല്ല പിള്ളേരെ കൊണ്ടും ടീച്ചർമാരോടും പറഞ്ഞിട്ട് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു നല്ല കുട്ടി. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അയച്ചു വിട്ടോളാം ടീച്ചർമാർക്ക് വിടാനെന്ന് പറഞ്ഞു. തുടർന്ന് അവർ വീട്ടിലെത്തി തുക സ്വീകരിച്ചു. ചെമ്മാപ്പള്ളി തച്ചമ്പുള്ളി പ്രതിലാൽ സജന ദമ്പതികളുടെ മൂത്ത മകനാണ് 5 വയസ്സുകാരനായ വർണ്ണവ് എന്ന പാച്ചു. ചെമ്മാപ്പള്ളി ALPS സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ്. നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡോ തൊറയൻ, കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ഇവിടെ തച്ചപ്പള്ളി പ്രതിലാലിൻ്റെയും സജനയുടെയും LKGയിൽ പഠിക്കുന്ന മകനാണ് പാച്ചു. ഇതുവരെ ശേഖരിച്ച 4443 രൂപ വയനാട്ടിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ കൊടുക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞ് തന്നിരിക്കുകയാണ്.
അത് സ്വന്തമായിട്ട് ഇപ്പോൾ പാച്ചു തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ടി വിയിൽ കാണുമ്പോഴുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് കണ്ട് അമ്മാമ്മോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ്. കാശ് കൊടുക്കയിൽ 4443 രൂപയാണ് ഉണ്ടായിരുന്നത്. കിഴുപ്പുള്ളിക്കര പ്രവാസി അസോസിയേഷൻ UAE ആൻഡ് കേരള ചാപ്റ്റർ ആദരവ് സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ ക്യാഷ് പ്രൈസും മൊമന്റോയും നൽകി ആദരിച്ചു. കൂടാതെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന നിൻഡു മാരാത്തിന്റെ വേർപാടിൽ അനുസ്മരണവും സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കിഴുപ്പുള്ളിക്കര ചാരിറ്റബിൾ ട്രസ്റ്റിൽ വെച്ച് നടന്ന ചടങ്ങിൽ KPA കേരള ചാപ്റ്റർ പ്രസിഡന്റ് മോഹനൻ തേവർക്കാട്ടിൽ അധ്യക്ഷനായി. KPA സെൻട്രൽ കമ്മിറ്റി രക്ഷാധികാരി നൌഫൽ പൂവാംപറമ്പിൽ നിൻഡു മാരാത്തിന്റെ വേർപാടിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ KPA സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് യൂനസ് തെരുവത്ത്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഔസേബ് തിപ്പിരിയാത്ത്, ഡോക്ടർ ഷമീർ പൂവാംപറമ്പിൽ എന്നിവർ നൽകി. KPA കേരള ചാപ്റ്റർ സെക്രട്ടറി അബ്ദുൾ അസീസ്, താന്യം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മിനി ജോസ്, ജിനൻ മാരാത്ത്, ഉഷ സദാശിവൻ, ബഷീർ ബാവ എന്നിവർ സംസാരിച്ചു. ലിജി, ഷാജഹാൻ, ഫൈസൽ, ഉസ്മാൻ എന്നിവർ നേതൃത്വം നൽകി. വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ നൽകുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ICDS സൂപ്പർവൈസർ KR വൈദേഹിക്ക് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി പ്രവർത്തകർ യാത്രയയപ്പ് നൽകി. 13-ാം വാർഡിലെ 42 നമ്പർ അംഗനവാടിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ KB ഷീജ, NS മിനി, അംഗനവാടി പ്രവർത്തകരായ ലതിക, വിശ്വഭാരതി, സുബി, ഗിരിജ, വിനീത, ഉഷാകുമാരി, CP അനിത, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ശ്രീരേഖ എന്നിവർ സംസാരിച്ചു. 2018 തളിക്കുളം ICDSൽ ജോലിയിൽ പ്രവേശിച്ച KR വൈദേഹി 2021 മുതലാണ് വാടാനപ്പള്ളിയിൽ ICDS സൂപ്പർവൈസറായി ചാർജ് എടുത്തത്. പ്രസ്തുത കാലയളവിൽ അംഗനവാടിയുമായി ബന്ധപ്പെട്ടും ജനകീയ ആസൂത്രണ പദ്ധതികളുമായും നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രവർത്തകർ അനുസ്മരിച്ചു. ലഘുഭക്ഷണത്തിനു ശേഷം കലാപരിപാടികളുണ്ടായി. കേരള കർഷക സംഘം മണലൂർ ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ മുല്ലശ്ശേരിയിൽ നടന്നു. കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV ഹരിദാസൻ, CPM ഏരിയ സെക്രട്ടറി CK വിജയൻ, മുല്ലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് AK ഹുസൈൻ, സെക്രട്ടറി VN സുർജിത്ത്, ട്രഷറർ K രാഗേഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.